നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ തങ്ങളുടെ സീസൺ ഓപ്പണറിൽ എഫ് സി ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവർ മയോർക്കയെ പരാജയപ്പെടുത്തിയത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി സൂപ്പർ താരങ്ങളായ റാഫിഞ്ഞ, ഫെറാൻ ടോറസ്, ലാമിൻ യമാൽ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഈ കളിയിൽ മയോർക്കയുടെ 2 താരങ്ങൾ 33-ാമത്തെ മിനിറ്റിലും 39-ാമത്തെ മിനിറ്റിലുമായിട്ട് വളരെ ചെറിയ ഇടവേളക്കുള്ളിൽ 2 റെഡ് കാർഡുകൾ കണ്ട് പുറത്തു പോയത് അവർക്ക് വലിയ തിരിച്ചടിയായി. എന്നിട്ടും പക്ഷേ രണ്ടാം പകുതിയിൽ കൂടുതൽ ഗോളുകളിലേക്ക് പോകാൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞില്ല. അതിൽ വലിയ നിരാശയും എതിർപ്പുമൊക്കെ കോച്ച് ഹൻസി ഫ്ലിക്ക് കളിക്ക് ശേഷം പ്രകടിപ്പിക്കേണ്ടായി. ടീമിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നാണ് അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞത്. മത്സരത്തിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടോറസും റാഫീഞ്ഞയും ഫെർമിൻ ലോപ്പസും ലാമിൻ യമാലുമൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 7-ാമത്തെ മിനിറ്റിൽ തന്നെ റാഫീഞ്ഞയിലൂടെ ബാഴ്സലോണ ലീഡ് എടുത്തിരുന്നു. അത് ലാമിൻ യമാലിൻ്റെ മനോഹരമായൊരു ക്രോസ് ആയിരുന്നു. റാഫീഞ്ഞയ്ക്ക് വളരെ അനായാസം ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കവേ ഹെഡ് ചെയ്ത് പന്ത് വലയിലേക്ക് ഇടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 23-ാമത്തെ മിനിറ്റിലാണ് ഫെറാൻ ടോറസിൻ്റെ ഗോൾ പിറക്കുന്നത്. അതിന് മുമ്പ് മയോർക്കയുടെ സേവി ആ ബോളിൻ്റെ അടി കൊണ്ട് വീണിട്ടുണ്ടായിരുന്നു. റഫറി എന്തുകൊണ്ട് അവിടെ കളി നിർത്തിയില്ല, കൺകഷൻ പ്രോട്ടോക്കോള് ആക്റ്റീവ് ചെയ്തില്ല എന്നൊക്കെയുള്ള ചോദ്യം ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം മയോർക്കയുടെ താരങ്ങൾ ഉയർത്തി, കോച്ചിന് യെല്ലോ കാർഡ് കൊടുത്തു റഫറി. ഏതായാലും അതൊരു വിവാദമായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഫെറാൻ ടോറസ് പന്ത് വലയിലേക്ക് എത്തിച്ച് കൗണ്ട് ചെയ്യുകയും ചെയ്തു. 2-0 ലീഡിലേക്ക് ബാഴ്സലോണ കടന്നുപോയി. പിന്നീടാണ് 2 റെഡ് കാർഡുകൾ, ഒന്ന് മൊർലാനസിനും പിന്നെ മുറീക്കിക്കുമാണ് റെഡ് കാർഡുകൾ കൊടുത്തത്. 33-ാമത്തെ മിനിറ്റിലും 39-ാമത്തെ മിനിറ്റിലുമായിട്ട് കൊടുത്ത ആ റെഡ് കാർഡുകൾ. അതിലും പക്ഷേ പിന്നീട് കളിക്ക് ശേഷം മയോർക്ക വിവാദം ഉയർത്തുന്നുണ്ട്. റാഫീഞ്ഞയുടെ ഒരു കടുത്ത ടാക്കിളുണ്ടായിരുന്നു, അതിനെന്തുകൊണ്ട് റെഡ് കാർഡ് കൊടുത്തില്ല എന്ന ചോദ്യമുണ്ട്. വിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ട് എന്നർത്ഥം. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബാഴ്സലോണ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ഈ പറഞ്ഞ പോലെ ബാഴ്സലോണയുടെ ഇൻറ്റൻസിറ്റി ഒരല്പം കുറഞ്ഞുപോയി. ചില അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോസ്റ്റിലടിച്ചതും മറ്റുമൊക്കെ ആയിട്ട് കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും പന്ത് വലയിലേക്ക് എത്തിയില്ല. ഒടുവിൽ അവസാന ഘട്ടത്തിൽ ലാമിൻ യമാലിൻ്റെ ഗോൾ, അത് മനോഹരമായൊരു ഗോളായിരുന്നു. പെനാൽറ്റി ബോക്സിന് മുന്നിൽ നിറയെ ഡിഫൻഡർമാർ അവിടെ തിങ്ങി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ആ ഒരു ഗോൾ അടിക്കുന്നതെന്ന് നോക്കുക. വളരെ അനായാസമായിട്ട് അദ്ദേഹം അതിലൂടെ മൂവ് ചെയ്ത് കിഡിലൻ ഒരു ഷോട്ട് ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് അടിച്ച് വലയിലേക്ക് കയറ്റി അതിസുന്ദരമായിട്ടുള്ള ഗോളോടെ ബാഴ്സലോണ വിജയം പൂർത്തിയാക്കി. 3-0 വിജയത്തോടെ, ഒരു ക്ലീൻ ഷീറ്റോടെ, 3 പോയിന്റോടെ ബാഴ്സലോണ മയോർക്കയിൽ നിന്ന് മടങ്ങുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.